എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ആ കാലത്ത് തറവാട്ടിൽ അന്തേവാസിയായിരുന്ന ഒരു വലിയമ്മ, അതെ, നമുക്കവരെ നാരായണി വലിയമ്മ എന്ന് വിളിക്കാം. ഈ വലിയമ്മ സ്വതവേ മാനസികമായും ശാരീരികമായും അല്പം ക്ഷീണാവസ്ഥയിലുള്ള ഒരു തറവാട്ടമ്മയാണ്. ഒരിക്കൽ അവരുടെ, അതായത് പുത്തൻപേട്ട് തറവാട്ടിലെ ഒരു ബന്ധു മരിച്ച വിവരം അറിഞ്ഞ് അവർ മകനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. വടകരയാണ് മരണവീട്. ഞാൻ പറഞ്ഞല്ലോ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തീവണ്ടി മാത്രമാണ് ഏക ഗതാഗത ഉപാധി. സന്തപ്ത കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു വരണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു യാത്ര. നാദാപുരം റോഡാണ് റെയിൽവേ സ്റ്റേഷൻ. കുറച്ച് ഭക്ഷണവും കഴിച്ച് അവർ മരണ വീട്ടിൽ നിന്ന് മടങ്ങാൻ ഇറങ്ങി. സ്റ്റേഷനിലേക്ക് കുറേ നടക്കണം. നടന്ന് കിതപ്പോടെ സ്റ്റേഷനിൽ എത്തി നിൽക്കുമ്പോൾ അവർക്ക് പോവേണ്ട വണ്ടി നീങ്ങാൻ തുടങ്ങിയിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ട് അവരങ്ങനെ നിൽക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് നിന്നു. അമ്മയും മകനും കയറിയ ശേഷമേ പിന്നെ വണ്ടി വിട്ടുള്ളൂ. മുക്കാളിയും മയ്യഴിയും കടന്ന് ടെമ്പിൾ ഗേറ്റിൽ വണ്ടി നിന്നു. അവിടെ ഇറങ്ങിയാൽ വയൽവരമ്പുകളിലൂടെ കാറ്റും കൊണ്ട് നടന്ന് തറവാട്ടിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ചെന്ന് കയറാം. നാരായണി വല്യമ്മ പടിഞ്ഞാറൻ കാറ്റേറ്റ് വയലിലൂടെ നടന്നു വന്ന് തറവാട്ടിൻ്റെ പടിക്കെട്ടുകൾ കയറുമ്പോൾ ക്ഷീണമുണ്ടെങ്കിലും എവിടെയോ ഒരു പ്രസരിപ്പ് തോന്നി. ഓടാൻ തുടങ്ങിയ വണ്ടി തങ്ങളെ രണ്ടാളെയും കയറ്റാൻ വേണ്ടി നിന്നതിന് അവർ തറവാട്ടിലെ ധർമ്മദൈവങ്ങളോടും മനോളിക്കാവിലെ ഭഗവതിയോടും നന്ദി പറഞ്ഞു. മകൻ വേഗം കാലമുഖം കഴുകി അകത്ത് കയറാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നാരായണ വല്യമ്മ പറഞ്ഞു, മരണ വീട്ടിലേക്ക് പോയതല്ലേ, ഞാൻ കുളിച്ചിട്ടേ അകം കയറുന്നുള്ളൂ. പിന്നെ എന്തിനാ കാരണവന്മാർ ഈ തറവാട്ടിൽ 2 കുളം കുഴിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പഴയ തറവാടല്ലേ, വൃത്തിയും ശുദ്ധവും എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ കാരണവന്മാർ സഹിക്കില്ല. അവരൊക്കെ കോപിച്ചാൽ എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നറിയില്ല. കുളത്തിലിറങ്ങി കാലുമുഖവും കഴുകി അകത്ത് കയറാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന മകൻ അമ്മയ്ക്ക് കാവൽ നിന്നു. മകന് അമ്മയുടെ വാക്കുകളിൽ അല്പം അസ്വാഭാവികത തോന്നി. അമ്മയ്ക്ക് അങ്ങനെയുള്ള പതിവൊന്നുമില്ല. ഒതുക്കുകല്ലുകൾ ചവിട്ടി നാരായണി അമ്മ അകത്തു കയറാൻ തുടങ്ങുമ്പോഴേക്ക് ആരോ തൂക്കുവിളക്ക് പുറത്ത് കൊണ്ടുവന്ന് തൂക്കിയിരുന്നു. അവർ അല്പം കഞ്ഞി കുടിച്ച് ഉറങ്ങാൻ കിടന്നു. മകൻ അമ്മയുടെ വാക്കുകൾ ഓർത്തെടുക്കുകയായിരുന്നു. ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശവശരീരം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന് കുറേ നേരത്തേക്ക് വൈരാഗ്യബുദ്ധി അല്ലെങ്കിൽ ശ്മശാന വൈരാഗ്യം ഉണ്ടാവും എന്ന്. അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. ഇത് അമ്മ പറയുന്നതല്ല, അമ്മയുടെ ഉള്ളിൽ നിന്ന് മറ്റാരോ ആണ് പറഞ്ഞത്. നാരായണി അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാതായി. ആര് വിളിച്ചാലും എണീക്കാതെയുമായി. എപ്പോഴും കൂനി കൂടിയിരിക്കും. ശരീരം വല്ലാതെ ക്ഷീണിക്കാൻ തുടങ്ങി. നല്ല ഉയരവും ഊതിക്കാച്ചിയ പൊന്നിൻ്റെ നിറവുമുള്ള നാരായണ അമ്മ കറുത്ത് കരുവാളിച്ചു. ആ തറവാട്ടിലെ ഏതെങ്കിലും അംഗത്തിന് എന്തെങ്കിലും രോഗം വന്നാൽ വൈദ്യരുടെ ചികിത്സ കൊണ്ട് ഭേദമാകുന്നില്ലെങ്കിൽ അടുത്തു തന്നെയുള്ള സൈതാർപ്പള്ളിയിലേക്ക് അര ഉറപ്പിക ഒഴിഞ്ഞ് പടിഞ്ഞാറ്റേ വയ്ക്കും. പിന്നെ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നാക്കിലയിൽ ഇടങ്ങഴി അരി നിറച്ച് വെച്ച് 8 അണയും വെച്ച് തറവാട്ടിലെ വലിയമ്മ പ്രാർത്ഥനാനിരതയായി കത്തിച്ച നിലവിളക്കിന് സമീപം ഇരിക്കും. പ്രസവം കഴിഞ്ഞാൽ അതൊരു സഞ്ചിയിലിട്ട് ബാലായ്മ കഴിഞ്ഞാൽ സൈതാർപ്പള്ളിയിൽ കൊണ്ടുപോയി സമർപ്പിക്കും. പള്ളിയുമായുള്ള ബന്ധത്തിലേക്ക് അന്വേഷണം വീണപ്പോൾ അറിയാൻ കഴിഞ്ഞത് തറവാട്ടിലെ സംബന്ധക്കാരനായ ഒരു നമ്പൂതിരി തറവാട് നിൽക്കുന്ന സ്ഥലം
ഒരു മുസ്ലിമിൽ നിന്നാണ് വാങ്ങിയത് എന്നായിരുന്നു. ഏതായാലും പള്ളിക്ക് നേർച്ച വെച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. നാരായണി വല്യമ്മയെ ഉറക്കവും ഉപേക്ഷിച്ച മട്ടാണ്. ചിലപ്പോൾ പകൽ ഇരുന്ന് ഉറക്കം തൂങ്ങും. ഉണരുമ്പോൾ അവർ അക്ഷരസ്ഫുടതയോടെ മറുഭാഷ സംസാരിക്കും. ആ കാലത്ത് സിൽക്ക് റൂട്ടിലൂടെ പേർഷ്യയിൽ പോയി ധാരാളം പൈസയും പേർഷ്യൻ കാർപ്പറ്റുമായി വന്ന മാധവൻ എന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നാരായണി വല്യമ്മ പറയുന്നത് ഖുർആനാണ് എന്ന്. അതോടെ നാരായണിയമ്മയ്ക്ക് ഒരു മുസ്ലിമിൻ്റെ പ്രേതം കൂടിയതാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. തറവാട്ടിൽ കാരണവരുടെ ചെവിയിൽ വിവരമെത്തി. കോടതിയിൽ ജോലി ഉണ്ടായിരുന്ന കാരണവർ മനസ്സില്ലാ മനസ്സോടെ പ്രേതമൊഴിപ്പിക്കാൻ സമ്മതിച്ചു. ഏത് അർദ്ധരാത്രിയിലും ശ്മശാനത്തിൻ്റെ ഓരത്തുകൂടി നടക്കുന്ന നിർഭയനും യുക്തിവാദിയുമായിരുന്ന കാരണവർ ഒഴിപ്പിക്കലിന് സമ്മതം മൂളി. മന്ത്രവാദിയുടെ ചാർത്തനുസരിച്ചുള്ള സാധനങ്ങൾ വടക്കിനിയിൽ നിരന്നു. ദിവസവും സമയം നോക്കി മന്ത്രവാദി തൻ്റെ കർമ്മത്തിലേക്ക് കടന്നു. വണ്ണാത്തി മറ്റുകൊണ്ടുവന്ന മുണ്ടും നേരിയതും റൗക്കയും ധരിച്ച് നാരായണിയമ്മ വിളക്കിൻ്റെ മുമ്പിലിരുന്നു. മന്ത്രങ്ങളും ചൂരൽപ്രയോഗവും കാരണം നാരായണിയമ്മ തളർന്നു വീണു. കൂടിയ പ്രേതം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഞാൻ പോവില്ല, ഞാൻ കൊണ്ടേ പോവൂ. അടുത്ത പടിയായി ചുട്ടകോഴിയെ വാനം പറപ്പിക്കുന്ന മന്ത്രവാദിയെ തളിപ്പറമ്പിൽ നിന്ന് കൊണ്ടുവന്നു. പാവം നാരായണിയമ്മ ഒരിക്കൽ കൂടി പരീക്ഷണ വസ്തുവായി. ക്ഷീണം കാരണം നേരെ ഇരിക്കാൻ കഴിയാത്ത അവരെ മന്ത്രവാദി തൻ്റെ മുമ്പിലിരുത്തി മറ്റു അംഗങ്ങളെ മുറിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രവാദി ഗംഭീര സ്വരത്തിൽ ചോദിച്ചു, എന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഒരു കടുംപിടുത്തവും വേണ്ട, ശുഭസ്യ ശീഘ്രം എന്നല്ലേ? എത്രയും വേഗം ഒഴിയുന്നതാണ് നല്ലത്. അല്ല, എവിടെ നിന്നാണ് വരവ്? നാരായണിയമ്മ അല്ലെങ്കിൽ അവരെ ബാധിച്ച പ്രേതം കഥ പറയാൻ തുടങ്ങി. ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ ചങ്ങായിമാർ ഓർക്കാട്ടേരി കൊപ്രക്കളത്തിൽ സൊറ പറഞ്ഞിരിക്കുമ്പോൾ ഒരു നല്ല പെണ്ണുങ്ങൾ ഒരു കുഞ്ഞിനെയും കൂട്ടി വരുന്നത് കണ്ടു. ഒരുത്തൻ പറഞ്ഞു, ഒരു 4 തറവാട്ടിലേതാണ്, കണ്ടാലറിയാം. മറ്റൊരുത്തൻ പറഞ്ഞു, ഞാൻ കൂടെ പോയി നോക്കാം. ബാക്കിയുള്ളവർ പറഞ്ഞു, ഉശിരുണ്ടെങ്കിൽ കൂട്ടിയിട്ടേ വരണം. പിന്നീട് വണ്ടി നിർത്തിയതും വരുമ്പോൾ തന്നെ കുളത്തിലിറങ്ങി കുളിച്ചതുമായ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ കേട്ടപ്പോൾ മകൻ അതിശയിച്ചു. എല്ലാം മുറിക്ക് പുറത്തുനിന്ന് തലയാട്ടി സമ്മതിച്ചു. മന്ത്രവാദി പറഞ്ഞു, എല്ലാം കഴിഞ്ഞില്ലേ? ഈ പാവത്തിനെ വിഷമിപ്പിക്കാതെ ജഡിജി സ്ഥലം വിട്ടോ? അയ്യോ, അങ്ങനെ പറയരുത്, കൊണ്ടേ പോകൂ എന്ന് വാതു വെച്ചിട്ടാണ് ഞാൻ വന്നത്. കൊണ്ടല്ലാതെ പോയാൽ ചങ്ങായിമാരെന്നെ കളിയാക്കും. അതൊന്നും നടപ്പില്ല. ഇപ്പോൾ എന്തു തന്നാൽ പോകും, അത് കേൾക്കട്ടെ. അടുത്ത പടിയായി ഞാൻ പ്രഹരം തുടങ്ങും. ചെറുങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാൻ പോവാം. എനിക്ക് മാഹിയിലെ വെള്ളപ്പവും കറിയും വേണം. മിണ്ടാതിരിക്കുക. മാഹിയിലെ വെള്ളപ്പവും കറിയും വന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതിരുന്ന നാരായണിയമ്മ മുമ്പിൽ വെച്ചതെല്ലാം കഴിച്ചു. പിന്നെ മന്ത്രോച്ചാരണത്തോടെയുള്ള ചെറിയ ചൂരപ്രയോഗത്തിൽ തന്നെ നാരായണിയമ്മ തളർന്നു വീണു. മന്ത്രവാദി കാവലിരുന്നു. ഒരു ഉറക്കം കഴിഞ്ഞ നാരായണിയമ്മ ഒന്നും സംഭവിക്കാത്തതുപോലെ കുളത്തിൽ പോയി കുളിച്ചു. അതോടെ സ്വതവേ കർക്കശക്കാരനും വളരെയധികം നിർബന്ധ ബുദ്ധിയുമുള്ള കാരണവർ തറവാട്ടിലെ സ്ത്രീകൾക്ക് പല വിലക്കുകളും ഏർപ്പെടുത്തി. കേരളം കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയും അന്ധവിശ്വാസങ്ങളെ നഖശിഖാന്തം എതിർക്കുന്നവനുമായ പവന്നൻ്റെ തറവാട്ടിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. പക്ഷെ അപ്പോഴേക്കും ദേശാഭിമാനിയുടെ ചീഫ് റിപ്പോർട്ടറായി പവനൻ തിരുവനന്തപുരത്ത് സ്ഥിരതാമസം തുടങ്ങിയിരുന്നു. നാം തമ്മിൽ അവസാനമായി കേട്ടുമുട്ടിയതിന് ശേഷം ഒരു പുതുവത്സരം പിറന്നു. എല്ലാ ശ്രോതാക്കൾക്കും സൗഖ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ നവവത്സരാശംസകൾ.